ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പരിപൂർണമായി തകർന്നു കഴിഞ്ഞു, ഉടൻ തന്നെ ഇറാനെ US കീഴടക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. ന്യൂയോർക്കിൽ നടന്ന ഒരു റാലിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ആ വാക്കുകളിലേക്ക്. And after we finish defeating Iran, which is being very badly defeated, pretty soon I'll be declaring the Hormuz Strait a territory of the United States. Essentially, that's what it is. We have the blockade. No ships get through unless we want them to. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ട്രംപ് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ അധീനതയിലുള്ള പ്രദേശമായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാൻ പരാജയത്തിലേക്ക് നീങ്ങുന്നു, പശ്ചിമേഷ്യൻ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഈ അടുത്ത കാലത്തൊക്കെ ട്രംപ് പറയുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത് ഇറാൻ സമ്പൂർണ്ണമായി പരാജയപ്പെടാൻ പോകുന്നു, ഹോർമുസ് US അമേരിക്കയുടെ അധീനതയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കുന്നു. കൂടുതൽ വരിക. വിനോദ് ആര്യ, തീർച്ചയായും ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാക്കി മാറ്റുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം തന്നെയാണ്. ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രഖ്യാപനം തന്നെയാണത്. അതിൽ നിരവധിയായ ചില സൂചനകൾ അത്തരത്തിൽ നേരത്തെ തന്നെ തന്നിരുന്നു. അത്തരത്തിലുള്ള സൂചനകളുടെ ഭാഗമായാണ് ഈ ബ്ലോക്കേഡ്, അതായത് ഇറാനിലേക്ക് വരുന്ന കപ്പലുകൾ തടയുന്നൊരു നീക്കം, അതുപോലെ തന്നെ ഹോർമൂസിൽ ശക്തമായ പെട്രോളിങ്ങിനുള്ള നീക്കങ്ങൾ നടത്തുക, ഹോർമൂസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കയ്യിലാണെന്ന് സെൻട്രൽ കമാൻഡും അതുപോലെ തന്നെ ട്രംപും പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അധികം വൈകാതെ ഹോർമൂസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഹോർമൂസ് ഏതെങ്കിലും തരത്തിൽ സൈനികമായി ഏറ്റെടുക്കലോ അല്ലെങ്കിൽ ചില അത്തരത്തിലുള്ള നടപടികളോ അല്ല, US സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ US-ൻ്റെ ഒരു ഭാഗമായി തന്നെ മാറും, അല്ലെങ്കിൽ അതിൻ്റെ അധീനതയിലുള്ള അധികാരപരിധിയിലുള്ള പ്രദേശമാക്കി മാറ്റും. അധികം വൈകാതെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. തീർച്ചയായും ഒരു രാഷ്ട്രീയ വേദിയിലാണ് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ചുള്ള ചില ചർച്ചകളും ആലോചനകളും നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടന്നിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടിയുമായി US മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള പ്രതിരോധ കരാറുകളും അത്തരത്തിലുള്ള വൻതോതിലുള്ള നീക്കങ്ങൾ ആ മേഖലയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ ഒരു നീക്കത്തിനെയും ഈ പ്രഖ്യാപനത്തിനെയും തീരെ വില കുറച്ച് കാണാനാവില്ല. അതീവ ഗൗരവമർഹിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മറ്റു വിഷയങ്ങളെല്ലാം തന്നെ ബ്ലോക്കേഡിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇറാൻ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു, പരമായ ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഹോർമുസ് US-ൻ്റെ അധീനതയിലാകാൻ പോകുന്നു, അതേപോലെ തന്നെ ഇറാൻ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുള്ളത്. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.